DIY എനിത്തിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു 1 kVA ഹോം UPS എങ്ങനെ അസംബിൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെ പറ്റിയാണ്. ഇതാണ് UPS ക്യാബിൻ. ഈ ക്യാബിന് ബ്രാൻഡഡ് ക്യാബിനുകളേക്കാൾ ഹൈറ്റ് കൂടുതലാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് 1 kVA ഔട്ട്പുട്ട് ലഭിക്കുന്ന UPS ആണ്. അതുകൊണ്ട് ട്രാൻസ്ഫോമർ സൈസ് 1 ഇഞ്ച് ഹൈറ്റ് കൂടുതലാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ. ഈ ക്യാബിനിൽ LCD ടൈപ്പോ LED ടൈപ്പോ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇവിടെ ചെയ്യുന്നത് LCD ടൈപ്പ് ആയതുകൊണ്ട് LCD വരുന്ന പോർഷൻ കട്ട് ചെയ്ത് മാറ്റണം. കട്ടിംഗ് എഡ്ജ് നൈഫ് ഉപയോഗിച്ച് സ്മൂത്ത് ചെയ്യണം. ഇത് മോൾഡിലുള്ള എക്സ്ട്രാ പ്രൊജക്ഷനാണ്. ഇത് സ്മൂത്ത് ചെയ്താൽ മാത്രമേ ഫേസിംഗ് ഷീറ്റ് ചേർന്നിരിക്കുകയുള്ളൂ. ഇതാണ് ട്രാൻസ്ഫോമറും 1 kVA ബോർഡും. ഇത് ക്യാബിൻ്റെ അടിയിൽ വയ്ക്കുന്ന ബുഷാണ്. നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് സ്ക്രൂ ചെയ്യുന്ന ടൈപ്പ് ബുഷായിരുന്നു. ഇപ്പോൾ ലഭിക്കുന്നത് പ്ലഗ് ഇൻ ടൈപ്പാണ്. UPS നിർമ്മിക്കാനായി ബാക്ക്ലൈറ്റ് ഫ്യൂസ് കാരിയർ 10 ആംപിയർ ഫ്യൂസ് കപ്പാസിറ്റിയുള്ള ഒരെണ്ണം, ക്രിമ്പിംഗ് ലെഗ് റിംഗ് ടൈപ്പ് 5 എണ്ണം, നോർമൽ SPST സ്വിച്ച് 2 എണ്ണം, 4 ഇഞ്ച് എക്സോസ്റ്റ് ഫാൻ ഒരെണ്ണം, ഇത്രയും ഐറ്റംസ് കൂടി നമുക്ക് വേണം. ബോർഡ് പ്ലേസ് ചെയ്യാനായി സ്ക്രൂ ഹോൾ മാർക്ക് ചെയ്യുക. അതുപോലെ ട്രാൻസ്ഫോമറിൻ്റെ ഹോൾസും മാർക്ക് ചെയ്യണം. ശേഷം പഞ്ച് ഉപയോഗിച്ച് ഹോൾ മാർക്ക് ചെയ്ത് ഡ്രില്ലിന് തുളയ്ക്കുക. ക്യാബിൻ്റെ ബുഷ് ഹോള് ചെറുതാണ്. ഈ ഹോള് 8 mm ഹോൾ സൈസിലേക്ക് ആക്കിയാൽ മാത്രമേ ബുഷ് കയറുകയുള്ളൂ. ബുഷിൻ്റെ പിൻ ഹാമർ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യണം. വയേഴ്സ് പുറത്തേക്ക് വരുന്ന ഹോളിൽ ഗ്രോമെറ്റ് ഫിക്സ് ചെയ്താൽ വയറിൻ്റെ ഡാമേജ് ഒഴിവാക്കാം. മാത്രവുമല്ല ഐസൊലേറ്റഡ് ആയി കിട്ടുകയും ചെയ്യും. ഈ സ്വിച്ച് ഉപയോഗിക്കുന്നത് ബാറ്ററി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ UPSൽ ഓട്ടോമോട്ടീവ് ബാറ്ററിയോ ട്യൂബുലാർ ബാറ്ററിയോ കണക്ട് ചെയ്യാം. ഇത് ബാക്ക്ലൈറ്റ് 3-way ടെർമിനൽ കണക്ടർ ബാക്ക് സൈഡിൽ ഫിക്സ് ചെയ്യാനുള്ളതാണ്. സ്ക്രൂസ് ഉപയോഗിച്ച് ടെർമിനൽ കണക്ടറും എക്സോസ്റ്റ് ഫാനും ഫിക്സ് ചെയ്യുക. ഈ ഫ്യൂസിൻ്റെ ഹോള് നോർമലി വരുന്നത് പ്ലാസ്റ്റിക് ടൈപ്പിൻ്റെ സൈസിലാണ്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ബാക്ക്ലൈറ്റ് ഫ്യൂസാണ്. അതുകൊണ്ട് ഹോൾ സൈസ് വലുതാക്കിയ ശേഷം ഫിക്സ് ചെയ്യണം. ഇത് ബാറ്ററി കണക്ട് ചെയ്യാനുള്ള കേബിളാണ്. 2 വയറിൻ്റെയും ഒരു സൈഡ് മാത്രം ആദ്യം ക്രിമ്പ് ചെയ്ത ശേഷം സോൾഡർ ചെയ്യണം. സോൾഡർ ചെയ്യുന്നതിലൂടെ ലൂസ് കോണ്ടാക്റ്റ് ഒഴിവാക്കാവുന്നതാണ്. അതിനുശേഷം ക്യാബിൻ്റെ ബാക്കിൽ ഫാനിൻ്റെ താഴെയുള്ള ഹോളിലൂടെ ബാറ്ററി വയർ ഇൻസേർട്ട് ചെയ്ത ശേഷം പോസിറ്റീവ് അല്ലെങ്കിൽ റെഡ് വയർ ക്രിമ്പ് ചെയ്ത് സോൾഡർ ചെയ്യുക. ബ്ലാക്ക് വയർ അല്ലെങ്കിൽ നെഗറ്റീവ് വയർ ഡയറക്റ്റ് ബോർഡിലോട്ടാണ് സോൾഡർ ചെയ്യേണ്ടത്. വീഡിയോയിൽ കാണുന്ന പോലെ സോൾഡർ ചെയ്യുക. നട്ട് ബോൾട്ട് ഉപയോഗിച്ചും കണക്ട് ചെയ്യാം. പക്ഷേ ബെറ്റർ മെത്തേഡ് സോൾഡറിംഗ് ആണ്. PCBയിൽ എക്സ്ട്രാ കോപ്പർ റോഡ് ഉപയോഗിച്ച് സോൾഡർ ചെയ്ത പോർഷൻ ലോ വോൾട്ടേജ് ഹൈ കറണ്ട് ഏരിയ ആണ്. കോണ്ടാക്റ്റ് ഏരിയ കൂട്ടുന്നതിന് വേണ്ടി ഒന്നുകൂടി സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി NC തിന്നറും ബ്രഷും ഉപയോഗിച്ച് സോൾഡർ ചെയ്ത ഏരിയ ക്ലീൻ ആക്കണം. ട്രാൻസ്ഫോമറിൻ്റെ ടെർമിനലിൻ്റെ ക്രിമ്പ് ഏരിയ ഇൻസുലേഷൻ റിമൂവ് ചെയ്ത് ടിൻ ചെയ്തെടുക്കണം.
ബാറ്ററി വയറിൻ്റെ ക്രിമ്പ് ചെയ്ത പോർഷനിൽ ഹീറ്റ് ഷ്രിങ്കബിൾ സ്ലീവ് ഇടുന്നത് നല്ലതാണ്. PCB ഹൈറ്റ് കൂട്ടി ഫിക്സ് ചെയ്യാൻ സ്പേസറായിട്ട് പെൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൊറോണ സിറ്റുവേഷൻ കാരണം ഞാൻ ഉദ്ദേശിച്ച ഹൈറ്റിലുള്ള സ്പേസർ കിട്ടാത്തത് കൊണ്ടാണ് പേന എടുത്തത്. PCB ഹൈറ്റ് കൂട്ടി ഫിക്സ് ചെയ്താൽ ഫാനിനോട് സ്ട്രെയിറ്റ് ആയി ഹീറ്റ് സിങ്ക് വരികയും അതിലൂടെ മാക്സിമം എയർ സർക്കുലേഷൻ നടക്കുകയും ചെയ്യും. ഈ കാണുന്നത് സ്പേഡ് കണക്ടറാണ്. റിലേയിലേക്കുള്ള വയർ കണക്ഷൻ ചെയ്യുന്നത് സ്പേഡ് കണക്ടർ വഴിയാണ്. സ്പേഡ് കണക്ടർ സോൾഡർ ചെയ്ത ശേഷം തിന്നർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യണം. അതിനുശേഷം ഹീറ്റ് ഷ്രിങ്കബിൾ സ്ലീവ് ഉപയോഗിച്ച് ഇൻസുലേറ്റ് ചെയ്യുക. ടോട്ടൽ 5 വയറാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. 2 എണ്ണം ട്രാൻസ്ഫോമറിനും ബാലൻസ് ഉള്ള 3 എണ്ണം ന്യൂട്രൽ, ഇൻപുട്ട്, ഔട്ട്പുട്ട് എന്നിവയാണ്. വയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് റിലേ ഉള്ള ഭാഗത്തു നിന്നാണ്. ട്രാൻസ്ഫോമറിൻ്റെയും ന്യൂട്രലിൻ്റെയും കണക്ഷൻ ബോർഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. റിലേയുടെ കോമൺ ആണ് ഔട്ട്പുട്ട്. നോർമലി ഓപ്പൺ ടെർമിനലാണ് ട്രാൻസ്ഫോമറിൻ്റെ ഫേസ് കണക്ട് ചെയ്യേണ്ടത്. നോർമലി ക്ലോസിലോട്ടാണ് ഇൻപുട്ട് ഫേസ് കണക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം കേബിൾ ടൈ ഉപയോഗിച്ച് വയറിംഗ് നന്നായി അറേഞ്ച് ചെയ്യുക. ഇനി ഡിസ്പ്ലേ ഫിക്സ് ചെയ്യാം. അതിനുശേഷം ഫേസിംഗ് ഷീറ്റും സ്ക്രൂസ് ഉപയോഗിച്ച് ഫ്രണ്ട് പാനലും ബോർഡും ഫിക്സ് ചെയ്യണം. അതിനുശേഷം LCDയുടെ 6-പിൻ മോളക്സ് കണക്ടർ കണക്ട് ചെയ്യണം. LCDക്ക് വരുന്നത് 6-പിൻ മോളക്സ് കണക്ടറും സ്വിച്ചുകൾക്ക് വരുന്നത് 5-പിൻ മോളക്സ് കണക്ടറുമാണ്. അത് നോക്കി കണക്ട് ചെയ്യുക. ഇനിയുള്ളത് സ്വിച്ചുകളുടെ കണക്ഷനാണ്. റെസിസ്റ്റൻസിൻ്റെ കളർ കോഡ് രീതിക്കാണ് കണക്ടറുകൾ ഉള്ളത്. ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ എന്നീ വയറുകളാണ് സ്വിച്ച് കണക്ടറിൽ ഉള്ളത്. ഇതേ വയറുകൾ തന്നെയാണ് ഇതിൻ്റെ പ്രോഗ്രാം എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ വയറുകളിൽ 3 മൈക്രോ സ്വിച്ചുകൾ കണക്ട് ചെയ്താൽ ബാറ്ററിയുടെ ചാർജിംഗ് വോൾട്ടേജ്, കട്ട് ഓഫ് വോൾട്ടേജ് എന്നിവ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ബോർഡ് വരുന്നത് നോർമലി ഉള്ള ട്യൂബുലർ ഓട്ടോമോട്ടീവ് ബാറ്ററികളുടെ അപ്പർ ആൻഡ് ലോവർ കട്ട് ഓഫ് വോൾട്ടേജ് അനുസരിച്ചാണ്. ബാറ്ററി സെലക്ഷൻ സ്വിച്ച് ഉള്ളതുകൊണ്ട് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ കണക്ടറിൽ നിന്ന് റെഡ് വയർ ഊരി മാറ്റാം. അത് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ബ്രൗൺ ആൻഡ് ബ്ലാക്ക് വയറുകൾ കോമൺ കണക്ഷനാണ്. ഇതിൽ യെല്ലോ വയർ UPS ഓൺ ഓഫ് ആക്കാനും ഓറഞ്ച് വയർ ബാറ്ററി സെലക്ട് ചെയ്യാനുമാണ്. കോമൺ വയറുകളിൽ ഏതെങ്കിലും ഒന്നും യെല്ലോ വയറും എടുത്ത് ഫ്രണ്ട് പാനൽ സ്വിച്ചിലോട്ടും ഓറഞ്ചും അടുത്ത കോമൺ വയറും എടുത്ത് ബാക്കിലുള്ള സ്വിച്ചിലോട്ടും സ്ലീവുകൾ ഇട്ട് കണക്ട് ചെയ്യുക. നട്ട് ബോൾട്ടുകളെല്ലാം ടൈറ്റ് ചെയ്ത ശേഷം ഓരോ ഡ്രോപ്പ് റബ്ബർ ബേസ്ഡ് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇതിലൂടെ വൈബ്രേഷൻ കൊണ്ടുള്ള ലൂസ് ഒഴിവാക്കാം. ബാക്ക്ലൈറ്റ് കണക്ടറിൽ വയറുകൾ ടീൻ ചെയ്ത ശേഷം കണക്ട് ചെയ്യുക. കണക്ടറിൽ 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് ഫേസ് ഇൻപുട്ട് കണക്ട് ചെയ്യേണ്ടതാണ്. 2-ൽ ന്യൂട്രൽ വയറും 3-ൽ ഔട്ട്പുട്ട് ലോഡ് കണക്ട് ചെയ്യുക. ഫ്യൂസ് ഇൻപുട്ടിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഫ്യൂസിൽ നിന്ന് വരുന്ന വയർ റിലേയുടെ NC ടെർമിനലിലും ട്രാൻസ്ഫോമറിൻ്റെ ഫേസ് NO ടെർമിനലിലും ഔട്ട്പുട്ട് കോമൺ ടെർമിനലിലും ആണ് കണക്ട് ചെയ്യേണ്ടത്. ട്രാൻസ്ഫോമർ ന്യൂട്രലും കോമൺ ന്യൂട്രലും ബോർഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന FAN 7392N എന്ന 2 ICകളാണ് മോസ്ഫെറ്റിന് ഡ്രൈവ് കൊടുക്കുന്നത്. ഈ കാണുന്ന LM311 ഇതൊരു ഹൈ സ്പീഡ് കമ്പറേറ്ററാണ്.
ഈ കാണുന്ന LM324 ഇതൊരു ക്വാഡ് കംപ്രേറ്ററാണ്. ഈ ഇരിക്കുന്ന ഒരു പിക്കാണ്. ഇത് UPSൻ്റെ ഹേർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിലാണ് പ്രോഗ്രാം റൈറ്റ് ചെയ്തിരിക്കുന്നതും LCDയെ കൺട്രോൾ ചെയ്യുന്നതും. ടോപ്പ് കവറിലുള്ള എയർ വെൻറ്റ് ഫ്രണ്ട് പോർഷനോട് ചേർന്ന് വരുന്ന രീതിയിൽ അടച്ചെങ്കിൽ എയർ സർക്കുലേഷൻ എഫക്റ്റീവ് ആവുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി